ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇന്റർ മെയ് 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. സ്റ്റേ ഫോക്കസ്. നമ്മൾ ഈ വീഡിയോ കണ്ട് ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മെയ് 2025 ശേഷം നിങ്ങൾക്ക് ലോ പേപ്പർ വേണ്ട. സോ വി ആർ ഗോയിങ് ടു ക്ലിയർ ദ പേപ്പർ. അതിൻ്റെ എല്ലാ രീതിയിലുള്ള എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു 5 സ്റ്റെപ്പിൽ നമ്മൾ അതിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് വളർന്നാണ് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നെ ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുകയാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയിട്ട് പല കാരണം കൊണ്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ പ്രാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ പ്രാവശ്യം എക്സാമിനേഷൻ എഴുതും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ 5 സ്റ്റെപ്സിൽ ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പേര് ഓർമ്മയുണ്ടോ? അതായത് എത്ര മോഡ്യൂൾസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ മോഡ്യൂൾസിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ഓരോ മോഡ്യൂളിലും ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയോ? സാറേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? കാരണം നമ്മൾ കറക്റ്റായിട്ട് കൺസെപ്റ്റിലേക്ക് പോയാൽ പോരാ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ഫയൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? എവിടെയെങ്കിലും കൊണ്ടേ സേവ് ചെയ്യുമോ? പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കറക്റ്റ് അല്ലേ? നമ്മുടെ ഇതൊരു മെമ്മറി അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ അതിനെ ഫയൽ സേവ് ചെയ്യണം? ആദ്യമേ നമ്മളൊരു മെയിൻ ഫോൾഡർ സേവ് ചെയ്യും, അതിനുശേഷം ഒരു സബ് ഫോൾഡർ സേവ് ചെയ്യും. കറക്റ്റ് അല്ലേ? അതിനുശേഷം നമ്മൾ അവിടെ ഫയൽ ഇടുകയുള്ളൂ. എല്ലാം ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അവിടെ ഫയൽ നെയിം ഇട്ടിട്ടില്ലെങ്കിലോ? കാരണം നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ ഫയൽ നെയിം ഒന്ന് സ്റ്റോർ ചെയ്യാൻ സമയമില്ല സാർ, ഇങ്ങനെ കേട്ടുകൊണ്ടേ പോകുന്നു. അത് ഏത് ടൈപ്പ് ഓഫ് ക്ലാസ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിലും എവിടെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ആദ്യമേ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഏത് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു, അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഏത് മോഡ്യൂൾ നമ്മൾ ചോദിക്കുന്നു, ഏത് മോഡ്യൂളിൽ നിന്നാണ് വന്നത്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നത്, ഏത് കൺസെപ്റ്റിൽ നിന്നാണ്, ഏത് സെക്ഷൻസ് ആണ്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. കാരണം മെജോറിറ്റി സ്റ്റുഡൻസ് 39, 27 അല്ലെങ്കിൽ 38 ഫെയിൽ ആവാൻ കാരണം എന്താണ്? അവർ പഠിക്കാത്തതുകൊണ്ടൊന്നുമല്ല, നിങ്ങളും പഠിക്കാത്തതുകൊണ്ടല്ല ഫെയിൽ ആയിരിക്കുന്നത്. നമ്മൾ എഴുതേണ്ട പോലെ എഴുതാത്തത് കൊണ്ടാണ്. സോ ആൻസർ ടു ദ പോയിന്റ് കിട്ടണമെന്ന് എന്തെഴുതണം? നമ്മൾ ആ ചാപ്റ്ററിന്റെ പേരും അതേപോലെ തന്നെ കൺസെപ്റ്റ് എഴുതിയാൽ നമ്മളെല്ലാം എഴുതി വെക്കും, അറിയാവുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിലോ എക്സാക്ട്ലി എന്താണ് ചോദിച്ചിരിക്കുന്നത്, നത്തിങ് മോർ നത്തിങ് ലെസ്, ആൻസർ ടു ദ പോയിന്റ്. അത് എഴുതി കഴിഞ്ഞാൽ ആർക്കും ഒരു രീതിയിലും നിങ്ങൾക്ക് മാർക്ക് കളയാൻ ഒരിക്കലും സാധിക്കില്ല. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് യുവർ ബുക്ക്. അതെങ്ങനെയാണ്? ചാപ്റ്റർ വൈസ്, അതിനേക്കാൾ മുമ്പ് മോഡ്യൂൾ വൈസ്, ചാപ്റ്റർ വൈസ്, ചാപ്റ്ററിന്റെ സബ് യൂണിറ്റ് വൈസ്. ഇനി അതിന് അവർ ഓരോരോ സെക്ഷൻസ് നൽകിയിട്ടുണ്ട്, മെയിൻ സെക്ഷൻസ്. കറക്റ്റ് അല്ലെ? ഇത്രയും പഠിച്ചാൽ മതി. ഇനി സബ് സെക്ഷൻസ് റൂൾസ് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ പഠിച്ചാൽ മതി. സെക്ഷൻസിലുള്ള പ്രൊവിഷൻസ് മാത്രമല്ല ഇതിനുള്ള പ്രൊവിസോസ് കണ്ടീഷൻസ് നിങ്ങൾ പഠിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പേപ്പറിൽ എഴുതി അവിടെ വെക്ക്, എല്ലാ ദിവസവും അത് കാണാം. അങ്ങനെ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും ഈ മോഡ്യൂളിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും ഇതിനകത്ത് ഇത്ര കണ്ടന്റ് ഉണ്ടെന്നും നിങ്ങൾ 2-3 ഡ്രോയിങ് ഷീറ്റിലാക്കിയിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്ക്. അപ്പോൾ എല്ലാ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. അയ്യോ, അത് ഏത് ചാപ്റ്റർ ആയിരുന്നു, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, പെട്ടെന്ന് വെച്ച് മറന്നു പോകരുത്. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിക്കുമ്പോൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അറിഞ്ഞിട്ടാണോ നമ്മൾ പഠിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കാരണം നമ്മുടെ ആദ്യത്തെ 11 ചാപ്റ്റേഴ്സ് വരെയുള്ളതിലും LLP വരെ നോക്കുമ്പോൾ പലരും LLP പഠിക്കാതെ വരെ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, LLPയുടെ വെയിറ്റേജ് എത്രയാണ്? നമ്മളിത് 100 മാർക്സിലേക്ക് ആക്കുമ്പോൾ സാർ ഇതെങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇതിൻ്റെ എല്ലാം പാതി എടുക്കുക. പാതി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇവിടെ 25, ഇതിൻ്റെ പാതി 25, അതിൻ്റെ പാതി 25, ഇതിൻ്റെ 32.5, ഇതിൻ്റെ 17.5, എല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? 100% വരും. അപ്പോൾ അവിടം തൊട്ട് അവിടം വരെ എന്ന രീതിയിലാണ്. നോക്കിക്കേ, ചെറിയൊരു ചാപ്റ്റർ ആണ്, 15 to 20%. ഈ വെയിറ്റേജ് നമുക്ക് അറിയത്തില്ലെങ്കിൽ കറക്റ്റ് അല്ലേ? ഈ ബാക്കി ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഫസ്റ്റിൽ പ്രിലിമിനറി 20 to 30%, ഇവിടെ 3 ചാപ്റ്റേഴ്സിൽ 20 to 30%, ഇവിടെ 4 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതും ഇതെന്താണ്? ചെറിയ ചാപ്റ്റർ ആണ്. ഇതും ചെറിയ ചാപ്റ്റർ ആണ്. ഇത് മാത്രമേ ഒരു വലിയ ചാപ്റ്റർ ഉള്ളൂ, കൺസെപ്റ്റിൽ കൂടുതലുള്ളൂ. ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. 20 to 30% ആണ്. ഇവിടെ ഈ ചാപ്റ്റേഴ്സ് ഭയങ്കര വലുതാണ്, ഇത് വലുതാണ്, 20 to 30%. അപ്പോൾ നമ്മൾ ഏത് ആദ്യമേ പഠിക്കണമെന്ന് ആദ്യമേ ആലോചിക്കുക. ഇതെന്തായാലും എല്ലാ ചാപ്റ്റേഴ്സും വളരെ വലുതാണ്. ഇതിനകത്ത് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഡിവിഡൻഡ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. അങ്ങനെ ചാപ്റ്ററുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്?
LLP എന്നൊരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ പ്രിഫറൻസ് നോക്കിക്കേ, നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഈ 3ഉം 4ഉം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഏതാണോ ഈസി അതിനനുസരിച്ച് ചെയ്യാം. ഇതിനകത്ത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇതും കുറേ കണ്ടന്റ് ഒരുപാടുണ്ട്, പ്രൊസീജിയേഴ്സ്. സോ ബെറ്റർ യു ക്യാൻ സെലക്ട് ദിസ് വൺ. ഡിവിഡൻഡ് ചാപ്റ്റർ എന്തുണ്ട്, ഔട്ട്സൈഡ് ഇൻകോർപ്പറേറ്റ്, വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ ഓർത്തിരിക്കേണ്ടത് ആദ്യമേ തന്നെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ പലർക്കും ഇത് ഡിഫിക്കൽട്ട് ആയ ഒരു സംഭവമാണ്. ഞാൻ ഒരുപാട് രീതിയിൽ എന്താണ് പറയുന്നില്ല, കാരണം ഇവിടെ നമ്മൾ ഇതിൻ്റെ 50-50 ആക്കുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് വരും, 100% വരും. അപ്പോൾ ആദ്യം ഇവിടെ നോക്കുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ഇത് രണ്ടും അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫെമയുടെ. അപ്പോൾ ഫെമയുടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര രീതിയിൽ വരില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നൽകിക്കുന്നത് ആദ്യമേ ഓർത്ത് വെക്കുക. പിന്നെ ഈ 2 ചാപ്റ്റേഴ്സിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എഴുതിയാലും എന്താണ്, നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവായിരിക്കും. കാരണം നമ്മൾ അവിടെ സ്വന്തം ലാംഗ്വേജ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് എന്താണ് ഈ സ്വന്തം ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതിയാൽ ഇത് പറ്റില്ല, കാരണം ഇത് ലാംഗ്വേജ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ വരേണ്ടത് എല്ലാം കീ ടേംസ് തന്നെയുണ്ട്, കുറച്ച് ലാറ്റിൻ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്റേഴ്സിനും 10 മാർക്ക് വെയിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഉണ്ടോ 30 എല്ലാത്തിനും ഏതാണ്ടൊക്കെ ഈക്വൽ രീതിയിലുള്ള വെയിറ്റേജ് അല്ല നൽകുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ ജനറൽ ക്ലോസസ് ആണ്, കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. ഇത് രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്, ബേസിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്റർപ്രിറ്റേഷന് 25-30%. സാർ ഇതൊക്കെ ഫോളോ ചെയ്യോ? ഇത് ICA റിലീസ് ചെയ്തിരിക്കുന്നതാണ്, ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നത് അല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ദ വെയിറ്റേജ്. മൂന്നാമത്തത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മൾ വെയിറ്റേജ് ബേസ്ഡ് സെലക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിനെങ്കിലും 100% എന്താണ്, കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ ആബ്സെൻ്റ് ആയ പല ദിവസങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതും ആക്ച്വലി ഉള്ളതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രാഷ് അറ്റൻഡ് ചെയ്യാം. ഇനി റെക്കോർഡ് ക്ലാസ്സസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു പോയിന്റിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞതാണ്. റെക്കോർഡ് ക്ലാസ്സസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫുൾ എൻറ്റയർ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാലാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി മെറ്റീരിയലിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അഞ്ചാമത്തതും മെറ്റീരിയലിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ ഈ മൂന്നാമത്തെ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഓരോ പോയിന്റ് വായിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉള്ള ചാൻസസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഡയറക്റ്റ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുക എന്നത്. ഇപ്പം ഞാൻ റാൻഡംലി ഒരു പോയിന്റ് എടുക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 9 ഫൈനാൻഷ്യൽ ഇയറിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ഫൈനാൻഷ്യൽ ഇയർ ഒരു കാര്യം അറിയാം, എന്താണ്, ആഫ്റ്റർ ജനുവരി ആണെങ്കിൽ ജനുവരി ടു മാർച്ച് ഉള്ള ടൈം ആണെങ്കിൽ നെക്സ്റ്റ് ഫോളോവിങ് ഇയർ ആയിരിക്കും എന്ത്, ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് എന്താണ്, ഇവിടെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ഇതിനെ AGM-ഉമായിട്ട് റിലേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എങ്ങനെ, ഫസ്റ്റ് 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആണോ? അപ്പോൾ ഇങ്ങനത്തെ രണ്ടുമായിട്ട് നമ്മൾ റിലേഷൻ. അപ്പോൾ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് അതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, കാരണം ആൻസർ എഴുതാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊവിഷനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ജസ്റ്റ് എന്താണ്, ഞാൻ എടുത്തു എന്ന് മാത്രം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ. ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാകും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 1% കമ്പനിക്കും സ്മോൾ കമ്പനിക്കും ഒക്കെ എക്സംഷൻ ആണ്. കറക്റ്റ് അല്ലേ? എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിനൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ അകത്തും വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് 137 92 ആഡ് ചെയ്യാം. ഇതൊരു OPC അണ്ടറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താണ് വരാം. സാധാരണ കമ്പനിക്ക് എങ്ങനെ, 1% കമ്പനിക്ക് എങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് എൻറ്റയർലി ഇതിനൊരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഈ ഒരു മൂന്നാമത്തെ പോയിന്റിൽ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും 5 മാർക്കിൻ്റെ ഒക്കെ ഈസി ആയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. അപ്പോൾ അതിനൊരു ബോർഡർ സെറ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ബോർഡർ സെറ്റ് ചെയ്യുക. അതിലും കവിഞ്ഞുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ എഴുതാൻ പറ്റും. അത് എവിടെയാണ്, ചുമ്മാ റാൻഡംലി എഴുതുന്നതല്ല, വി ആർ റൈറ്റിംഗ് ഓൺ ടു ദ പോയിന്റ് നമ്മൾ എഴുതുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 5ാമത്തെ സ്റ്റെപ്പും ഇതിനെ തന്നെ ബേസ് ചെയ്തൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ വായിക്കുമ്പോൾ സാറേ എല്ലാം ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാണ്, എല്ലാം ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ICA നമ്മളെ സഹായിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ എഴുതുമ്പോൾ എന്തെഴുതണം, ഇത് വരണം അതിൻ്റെ അകത്ത്. പിന്നെ എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് വരണം. നിങ്ങൾക്ക് എന്ത് വരണം, പിന്നെ റെക്കോർഡിംഗ് ഓഡിറ്റ് ട്രയൽ വേണം.
എഡിറ്റ് ലോഗ് വേണം, ഓഡിറ്റ് ട്രയൽ കനോട്ട് ബി ഡിസേബിൾ. ഇതൊക്കെയാണ് കീ ടെർമിനോളജീസ്. ഇത് ആൻസറിൽ വേണം. ബാക്കിയുള്ള സെന്റൻസ് എന്താണ്, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? നോ കമ്പനി ഷാൽ ഡിസേബിൾ ദ ഓഡിറ്റ് ട്രയൽ. നിങ്ങൾ ഇങ്ങനെ എഴുതാം, നിങ്ങൾ എൻഷുറിംഗ് ദാറ്റ് ദ ഓഡിറ്റ് ട്രയൽ ഈസ് നോട്ട് ഡിസേബിൾ, നോ വരീസ്. എങ്ങനെ എഴുതാം? ഓഡിറ്റ് ട്രയൽ കനോട്ട് ബി ഡിസേബിൾ, നോ കമ്പനി ഷുഡ് shall disable the audit trial. Whatever may be the statement, whatever may be the grammar, but the key terminologies must be there. You have to ensure that. നിങ്ങൾ വായിക്കുമ്പോൾ കണ്ടോ, retain completely in format. ഇവിടെ വരെ എന്താണ്? ഇവിടെ വരെ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ എഴുതാം? company shall maintain its books and prepares in a complete format, and it cannot be originally generated. എങ്ങനെയാണോ, it should be like that. You can use the word, കാരണം it is not possible to remember each and every statement, but at least try to remember the key terminology which should be there in the answer. So that you have to follow. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും ഷോർട്ട് നോട്ട്സ് ആക്കുന്നവരാണെങ്കിൽ അതിന് സമയമില്ലെങ്കിലും നമ്മളുടെ ഈ ഷോർട്ട് ടൈമിൽ എന്താണ്, ഈ ബോൾഡ് ആയിട്ടുള്ളതിന് എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ICM മെറ്റീരിയൽ ചെയ്തിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു 5 സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നമ്മൾ ഉപകാരപ്പെടുന്ന വീഡിയോസ് മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കാണുന്നതും പറയും ഓൾ ദ വെരി ബെസ്റ്റ്.